നമസ്കാരം. ഇസ്രയേലിന്റെ കണ്ണുവെട്ടിച്ച് വർഷങ്ങളോളം ഭൂഗർഭ തുരങ്കങ്ങൾ താവളമാക്കി ഒളിപ്പോര് നയിച്ച ഹമാസ് സൈനിക വിഭാഗത്തിന്റെ തലവൻ ഇസുദ്ദീൻ അൽ ഹദ്ദാദ് ഗസയിലുണ്ടായ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പശ്ചിമേഷ്യയിൽ അനിശ്ചിതത്വമാണ്. 2005 മെയിൽ മുഹമ്മദ് സിൻവർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഹദ്ദാദ് ഹമാസിന്റെ ഗസയിലെ പരമോന്നത സൈനിക മേധാവിയെ ചുമതലയേൽക്കുന്നത്. ദി ഗോസ്റ്റ് അഥവാ പ്രേതം എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ഹദ്ദാദിനെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ മുൻപ് നടത്തിയ ഒന്നിലധികം വധശ്രമങ്ങളെയും അദ്ദേഹം അത്ഭുതകരമായി അതിജീവിച്ചിരുന്നു. ആയിരക്കണക്കിന് ഇസ്രയേലി പൗരന്മാരുടെയും സൈനികരുടെയും കൊലപാതകങ്ങൾക്കും തട്ടിക്കൊണ്ടുപോകലുകൾക്കും പിന്നിലെ പ്രധാന സൂത്രധാരൻ ഹദ്ദാദാണെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഒക്ടോബർ 7 മിന്നലാക്രമണത്തിന്റെ അണിയറ ശില്പികളിൽ ഒരാളായ ഈ മുതിർന്ന കമാൻഡറുടെ മരണം പശ്ചിമേഷ്യയെ വീണ്ടും ഒരു വൻ യുദ്ധപ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്നുറപ്പാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രയേൽ വധിക്കുന്ന ഏറ്റവും മുതിർന്ന ഹമാസ് നേതാവാണ് ഇസുദ്ദീൻ അൽ ഹദ്ദാദ്. വെള്ളിയാഴ്ച ഗസ സിറ്റിയിലെ ഒരു ഫ്ളാറ്റ് സമുച്ചയം കേന്ദ്രീകരിച്ച് ഇസ്രയേൽ നടത്തിയ അതിശക്തവും കൃത്യവുമായ വ്യോമാക്രമണത്തിലാണ് ഹദ്ദാദും ഭാര്യയും 19-കാരിയായ മകളും കൊല്ലപ്പെട്ടത്. ഹമാസ് തങ്ങളുടെ സൈനിക കമാൻഡറുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഗസയിലെ പോരാട്ടങ്ങളെയും പ്രതിരോധ നീക്കങ്ങളെയും തന്ത്രപരമായി നിയന്ത്രിച്ചിരുന്ന കേന്ദ്ര ബിന്ദുവായിരുന്നു ഹദ്ദാദ് എന്ന് ഹമാസ് അനുസ്മരിച്ചു. ഇന്ത്യൻ റെയിൽവേയിലെ ഓരോ കിലോമീറ്ററിലും സുരക്ഷാ പരിശോധനകൾ നടത്തുമ്പോഴും ഇങ്ങ് പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ പ്രഖ്യാപനങ്ങൾക്ക് ശേഷവും ചോരപ്പുഴ ഒഴുകുകയാണ്. വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷം മാത്രം ഇസ്രയേൽ നടത്തിയ വിവിധ ആക്രമണങ്ങളിലായി 850ഓളം ഫലസ്തീനികളാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ വലിയൊരു പങ്കും സ്ത്രീകളും കുട്ടികളുമാണ്. ഹദ്ദാദ് കൊല്ലപ്പെട്ട വെള്ളിയാഴ്ച മാത്രം ഗസയിലുണ്ടായ മറ്റ് 2 ആക്രമണങ്ങളിൽ 3 സ്ത്രീകളും ഒരു കുട്ടിയുമടക്കം 7 പേർ കൊല്ലപ്പെട്ടിരുന്നു. ശനിയാഴ്ചയും അൽ ഷിഫ ആശുപത്രിക്ക് സമീപവും ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 3 പേർ കൂടി കൊല്ലപ്പെട്ടു. 1980കളിൽ ഹമാസ് രൂപീകൃതമായ കാലഘട്ടം മുതൽ സംഘടനയുടെ മുൻനിരയിലുള്ള കമാൻഡറാണ് അൽ ഹദ്ദാദ്. താഴെത്തട്ടിൽ നിന്നും പടിപടിയായി ഉയർന്നു വന്നാണ് അദ്ദേഹം ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സിന്റെ തലപ്പത്തേക്ക് എത്തിയത്. ഇസ്രായേൽ സൈന്യത്തിന് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിച്ചതും ഹദ്ദാദിന്റെ ഒളിപ്പോരാട്ട തന്ത്രങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ വധിക്കാൻ കഴിഞ്ഞ തങ്ങളുടെ സൈനിക മുന്നേറ്റത്തിന്റെ വലിയ വിജയമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രിയും കണക്കാക്കുന്നത് എന്ന് അവർ സംയുക്ത പ്രസ്താവനയിലൂടെ അവകാശപ്പെട്ടു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പശ്ചിമേഷ്യൻ സമാധാന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ പരോക്ഷ ചർച്ചകൾ നടന്നു വരികയാണ്. 2 വർഷത്തിലേറെയായി തുടരുന്ന ഗസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഈ നയതന്ത്ര നീക്കങ്ങൾക്ക് ഹദ്ദാദിന്റെ വധം കനത്ത തിരിച്ചടിയാകും. തങ്ങളുടെ പരമോന്നത കമാൻഡറെ വധിച്ച ഇസ്രായേലിനോട് ശക്തമായി പ്രതികാരം ചെയ്യുമെന്നും വെടിനിർത്തൽ ചർച്ചകൾ ഇനി വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുമുള്ള നിലപാടിലേക്ക് ഹമാസ് മാറിക്കഴിഞ്ഞു. ഇറാനുമേൽ അമേരിക്കയുമായി ചേർന്ന് നടത്തിവന്ന സംയുക്ത ബോംബാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതോടെയാണ് ഇസ്രായേൽ തങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും വീണ്ടും ഗസയിലേക്ക് തിരിച്ചത്.